കള്ള് മധുരമുള്ളതാണെങ്കിലും അത് ചെത്തിയെടുക്കാൻ ഏറെ ബുദ്ധിമുട്ട് സഹിക്കണം. 3 പതിറ്റാണ്ടായി ചെത്ത് തൊഴിലായി സ്വീകരിച്ചയാളാണ് പെരളത്തെ ചെറുകോണത്ത് വസന്തൻ. വസന്തനെ ഒന്ന് പരിചയപ്പെടാം. കള്ളോളം നല്ലൊരു പാനീയം ഭൂലോകത്തില്ല മാളവരെ എന്നാണല്ലോ ചൊല്ല്. കള്ള് കുടിക്കാത്തവർ നമ്മുടെ ഇടയിൽ ഇന്ന് വളരെ ചുരുങ്ങും, പ്രത്യേകിച്ചും പുതിയ തലമുറ. എന്നാൽ അതിന്റെ പിന്നിൽ വലിയ അധ്വാനമുണ്ട്. അത്തരത്തിലുള്ള ഒരു തൊഴിലാളിയെ നമുക്കിന്ന് പരിചയപ്പെടാം. എന്താണ് സുഹൃത്തെ താങ്കളുടെ പേര്? എൻ്റെ പേര് വസന്തൻ എന്നാണ്. ഞാനത് തുടങ്ങിയിട്ട് 20 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ആയി പണി തുടങ്ങിയിട്ട്. അപ്പം നമ്മളെ സംഘടന CIT ആണ്. അപ്പോൾ ഈ തൊഴിലാളിയിലേക്ക് ആൾക്കാർ വരാതിരിക്കുന്നത് റിസ്ക്കുള്ള പണിയായതുകൊണ്ടാണ്. അപ്പം എവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഇതിൽ ആളെ കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിലേക്ക് ആൾ തീരെ വരാത്തൊരവസ്ഥ വരുന്നു. കൃത്യമായി നമ്മളെ തൊഴിൽ ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടെങ്കിൽ അത് നമുക്ക് കള്ള് കിട്ടാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് കൃത്യമായി ചെയ്തെങ്കിൽ ഇത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന എല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഇങ്ങനെ നമ്മളെ തൊഴിലിനെ കുറിച്ച് പറയാനുള്ളത്. നാട്ടിൽ മുക്കിന് കള്ള് ഷാപ്പുകളുണ്ട്. പഴയ പോലെയല്ല. കള്ള് ഷാപ്പിൽ കയറാൻ ഇന്നാർക്കും വലിയ മടിയൊന്നുമില്ലതാനും. സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗം കൂടിയാണല്ലോ കള്ള് ഷാപ്പുകൾ. എന്നാൽ കള്ള് ചെത്തിയെടുക്കുന്നതിന് പിന്നിൽ വലിയ അധ്വാനം തന്നെയുണ്ട്. കരിവള്ളൂർ പെരളത്തെ ചെറുകോണത്ത് വസന്തൻ ചെത്ത് തൊഴിലായി സ്വീകരിച്ചിട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞു. മുത്തശ്ശൻ ചെത്തു തൊഴിലാളിയായിരുന്നു. അതുകൊണ്ടാണ് വസന്തനും ഈ തൊഴിലിലേക്ക് വന്നത്. അക്കാലത്തൊക്കെ ചെത്തുതൊഴിലിന് വലിയ പത്രാസുണ്ടായിരുന്നുവെന്ന് വസന്തൻ ഓർത്തെടുക്കുന്നു. ഇന്ന് ചെത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞു വരികയാണ്. പുതിയ തലമുറ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുമില്ല. ഒരു ദിവസം പോലും മാറി നിൽക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു ദുഃഖമെന്നും വസന്തൻ പറയുന്നു. പകരം ഒരാളെ വെക്കാമെന്ന് കരുതിയാൽ വരാൻ ആരുമില്ലതാനും. വസന്തൻ പറയുന്നത് കള്ള് പോലെ മധുരമുള്ളതല്ല ചെത്തു തൊഴിലാളിയുടെ ജീവിതമെന്നാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ.